സാങ്കേതിക സർവകലാശാലയിൽ എസ്.എഫ്.ഐയുടെ പ്രതിഷേധം തുടരുകയാണ്. ഇപ്പോൾ ബാരിക്കേഡിന് മുകളിലൂടെ പ്രവർത്തകർ അകത്തേക്ക് ചാടി വലിയ പ്രതിഷേധം അവിടെ സംഘടിപ്പിക്കുകയാണ്. അവിടെ നിന്ന് തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സാങ്കേതിക സർവകലാശാലയ്ക്ക് അല്പം മുമ്പാണ് എസ്.എഫ്.ഐയുടെ മാർച്ച് നടത്തിയത്. VC പുറത്തു പോകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു മാർച്ച്. കഴിഞ്ഞ ദിവസം പ്രത്യേക ഓർഡിനൻസ് കൊണ്ടുവരാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരുന്നു. പുതിയ VC നിയമനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഇടപെടലിന്റെ ഭാഗമായി ഗവർണറുടെ നിലപാടിന് അനുകൂലമായ ഇടപെടൽ ഉണ്ടായി. സിസ തോമസ് സാങ്കേതിക സർവകലാശാലയുടെ താൽക്കാലിക VC ആയി ചുമതലയേൽക്കുകയും ചെയ്തു. വീണ്ടും കോടതി ഇടപെടലിന്റെ തുടർച്ചയായി സർക്കാരിന് ക്ഷീണമായിരുന്നു. ഇപ്പോൾ എസ്.എഫ്.ഐയുടെ പ്രതിഷേധ പ്രകടനമാണ് അല്പം മുമ്പ് സാങ്കേതിക സർവകലാശാലയിൽ നമ്മൾ കണ്ടത്. ഇപ്പോൾ അവർ അകത്തേക്ക് സർവകലാശാല കോമ്പൗണ്ടിലേക്ക് ഓടിക്കയറുകയാണ്. പ്രതിഷേധം കൂടുതൽ ശക്തിപ്പെടുകയാണ്. ആദ്യം പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നതൊക്കെ ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അകത്തേക്ക് കയറിയിരിക്കുന്നു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇന്നലെ സാങ്കേതിക സർവകലാശാലയിലെ ഭരണപരമായ വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഫിനാൻസ് കമ്മിറ്റിയുടെ യോഗം വൈസ് ചാൻസലർ വിളിച്ചിരുന്നു. പക്ഷേ കോറം തികഞ്ഞില്ല. ആരും പങ്കെടുത്തില്ല. 1-2 പേർ മാത്രമാണ് പങ്കെടുത്തത്. അതുകൊണ്ട് കോറം തികഞ്ഞില്ല. തീരുമാനങ്ങൾ എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. KTUവിലെ ജീവനക്കാരുടെ ശമ്പളം നൽകുന്നതുമായി ബന്ധപ്പെട്ടും പെൻഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയാണ് ഇന്നലെ ഫിനാൻസ് കമ്മിറ്റി യോഗം വിളിച്ചിരുന്നത്. ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങിയിരുന്നു. ഫിനാൻസ് കമ്മിറ്റി കഴിഞ്ഞാലാണ് സിൻഡിക്കേറ്റ് യോഗം ചേരേണ്ടിയിരുന്നത്. ബജറ്റ് അംഗീകരിച്ചാൽ മാത്രമേ സാങ്കേതിക സർവകലാശാലയുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളായിരുന്നു. ആ നിലപാടായിരുന്നു VCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നത്തെ യോഗം മുടങ്ങിയിരുന്നു കോറം തികയാത്തതിനാൽ. ഇന്നിപ്പോൾ എസ്.എഫ്.ഐയുടെ വലിയ പ്രതിഷേധം ഉണ്ടാവുകയാണ്. VCക്കെതിരായ പ്രതിഷേധമാണ്. രാഹുൽ ജി നാഥ് വിവരങ്ങളുമായുണ്ട്. രാഹുൽ, ഇപ്പോൾ സാങ്കേതിക സർവകലാശാലയുടെ പുറത്തെ പ്രതിഷേധം അകത്തേക്ക് വ്യാപിച്ചത് എങ്ങനെയാണ്? ആദ്യഘട്ടത്തിൽ ബാരിക്കേഡ് തീർത്തുകൊണ്ട് അവിടെ പോലീസ് തടയുമെന്ന് കരുതുകയാണ്. എന്നാൽ അനായാസം വിദ്യാർത്ഥികൾ ബാരിക്കേഡ് ഒരു വശത്തുകൂടി ആദ്യം സർവകലാശാല കവാടത്തിന് മുന്നിലേക്ക് എത്തുന്നു. പിന്നീട് ഉള്ളിൽ നിന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് തന്നെ ഗേറ്റ് തുറന്നുകൊണ്ട് പ്രവർത്തകരോട് അകത്ത് കയറാൻ ആവശ്യപ്പെടുകയും അത്തരത്തിൽ പോലീസ് നോക്കി ഇവർ അകത്തേക്ക് കയറുകയും ചെയ്തു. പോലീസിന് തടയാൻ കഴിഞ്ഞില്ല എന്നുള്ളതുകൊണ്ട് എങ്കിലും തടയാനുള്ള വലിയ ശ്രമങ്ങൾ ഉണ്ടായില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അവർ അനായാസം ഇപ്പോൾ സർവകലാശാല കവാടത്തിൽ നിന്ന് ഉള്ളിൽ തടയുന്നുണ്ട്. ബാരിക്കേഡ് കൊണ്ട് തടയുന്നുണ്ട്. കുറച്ച് പോലീസ് മാത്രമേ ഉള്ളൂ. ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വളരെ കുറച്ച് പോലീസുകാർ മാത്രമേ ഉള്ളൂ. ഈ കാണുന്നതെല്ലാം SFI പ്രവർത്തകരാണ്. ഒന്നാം നിലയിൽ പല പ്രവർത്തകരും എത്തിക്കഴിഞ്ഞു. എന്തായാലും SFIയുടെ പ്രതിഷേധം അത് ശക്തമായി മുന്നോട്ട് പോവുകയാണ്. ഒരു തവണ മാത്രമാണ് ജലപീരങ്കി ഉപയോഗിച്ചത്. ആ ഘട്ടം മുതൽ ഇതുവരെ അനായാസമായി അവർക്ക് സർവകലാശാല കെട്ടിടത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഇനി നേരെ അവകാശം വിദ്യാർത്ഥികൾക്കുണ്ട്. സമരതീക്ഷ്ണമായ പാരമ്പര്യമാണ് നമ്മുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടനകൾക്കെല്ലാം ഉള്ളത്, SFI ഉൾപ്പെടെയുള്ള സംഘടനകൾക്കുള്ളത്. പക്ഷേ സാധാരണ നമ്മൾ കാണുക പോലീസ് അവരുടെ ബലം ഉപയോഗിച്ചുകൊണ്ട്, ശക്തി ഉപയോഗിച്ചുകൊണ്ട്, ബാരിക്കേഡ് തീർത്തുകൊണ്ട്, അല്ലെങ്കിൽ പോലീസ് നടപടിയിലൂടെ എവിടെയാണോ അവർ പ്രതിഷേധിക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് പ്രവേശിപ്പിക്കാതെ തടയുകയാണല്ലോ, അവരെ പിരിച്ചുവിടലാണല്ലോ, അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കലാണല്ലോ പതിവ്. ഇത്തരം ഒന്നും ഉണ്ടായില്ലേ? ഈസിയായി അവർക്കകത്തേക്ക് കയറി പോകാം എന്നൊരു നിലപാട് പോലീസ് സ്വീകരിച്ചത് VC പുറത്തേക്ക് പോകട്ടെ എന്നത് പോലീസിന്റെയും നിലപാടാണ് എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നിപ്പിക്കുന്ന തരത്തിലാണോ ഈ നടപടികൾ? തീർച്ചയായും അവർക്ക് അനായാസം കയറി പോകാനുള്ള വഴി പോലീസ് ഒരുക്കി എന്ന തരത്തിൽ നമുക്ക് കാഴ്ചകൾ കാണാൻ കഴിയുന്നത്. കാരണം ഒരു തരത്തിലും ബലം പ്രയോഗിച്ച് തടയുന്ന സ്ഥിരം നമ്മൾ കാണുന്ന രീതിയിലുള്ള പോലീസ് ഇടപെടൽ ഇവിടെ ഉണ്ടായില്ല. ബലം ഉപയോഗിച്ച് തടഞ്ഞിട്ടില്ല അവർ. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ കണ്ട ബാരിക്കേഡും മറികടന്ന് ഒപ്പം കവാടവും പോലീസ് സുരക്ഷയിലുണ്ടായിരുന്ന സാങ്കേതിക സർവകലാശാല കവാടവും മറികടന്ന് ഇപ്പോൾ ഈ സർവകലാശാല കെട്ടിടത്തിനുള്ളിൽ എത്തി ഈ സമരം നിൽക്കുന്നത്. ഇവിടെ വെച്ച് മാത്രമാണ് പോലീസ് തടയാൻ ശ്രമിക്കുന്നത്. അതും ആ പടിക്കെട്ടിൽ കാണാം. വളരെ കുറച്ച് പോലീസ് മാത്രമാണുള്ളത്. അവർ നേരിടുന്നത് ഒരു വലിയ പ്രതിഷേധക്കാരെയാണ്, വലിയ എണ്ണം പ്രതിഷേധക്കാരെയാണ്. അത്രമാത്രം ആളുകൾ SFIയുടെ ആളുകൾ ഇവിടെ ഉണ്ട്. കാരണം അവർ പലരും ഗേറ്റ് വഴി കയറിയത് കൊണ്ട് ഇത്രയധികം ആളുകൾ ഇവിടെ എത്തിയത്. മതിൽ ചാടി കയറിയ വിദ്യാർത്ഥികൾ ആദ്യം കേരള സർവകലാശാലയും സമാനമായ സാഹചര്യം നമ്മൾ കണ്ടത്.